നമസ്കാരം. ഞങ്ങളുടെ പോഡ്കാസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, നിങ്ങളുടെ വിശ്വസ്ത വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. ഇന്ന് നമുക്ക് ഇന്ത്യയിലെ ഒരു പ്രധാന റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് ടൂളിനെ കുറിച്ച് നോക്കാം. നാഷണൽ പെൻഷൻ സ്കീം, NPS എന്നറിയപ്പെടുന്നത്. NPSൻ്റെ പല ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുമ്പോൾ അതിൻ്റെ ചില ദോഷഫലങ്ങളും ഉണ്ട്. നമുക്കതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യാം. NPS എന്ന് വെച്ചാൽ എന്താണ്? നാഷണൽ പെൻഷൻ സ്കീമാണ്. ഇത് 2004 സർക്കാർ ജീവനക്കാർക്കായിട്ട് ആരംഭിച്ചതാണെങ്കിലും പിന്നീട് അത് ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും ലഭ്യമാക്കി തുടങ്ങി. ഇത് എല്ലാ ഉപഭോക്താക്കൾക്കും റിട്ടയർമെൻറ്റ് വരുമാനം നൽകാൻ ലക്ഷ്യമിടുന്നു. അവരുടെ ജോലി ജീവിതത്തിൽ ഒരു വെൽത്ത് ക്രിയേഷൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. ഇത് ഒരു 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള ഏത് ഇന്ത്യൻ പൗരനും ജോയിൻ ചെയ്യാവുന്ന ഒരു അക്കൗണ്ടാണ്. 2 തരം അക്കൗണ്ടാണ് ഇതിനകത്തുള്ളത്. ഒന്ന് ടയർ 1 അക്കൗണ്ട്. ഇത് ഒരു പ്രാഥമിക അക്കൗണ്ടാണ്, പക്ഷേ അതിൽ നിന്നും പണം പിൻവലിക്കാൻ പല നിയന്ത്രണങ്ങളും ഉണ്ട്. ടയർ 2 അക്കൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെ നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത ഒരു വോളണ്ടറി സേവിങ്സ് അക്കൗണ്ടാണ്. ഈ ടയർ 1ലേക്ക് കുറഞ്ഞ വാർഷിക ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 1000 രൂപയായിരിക്കും. ടയർ 2ന് അങ്ങനെ ഒരു നിയന്ത്രണമൊന്നുമില്ല. എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. NPSൽ പല നിക്ഷേപ ഓപ്ഷനുകളും ഉണ്ട്. ഇക്വിറ്റി, അതുപോലെ സർക്കാർ ബോണ്ടുകൾ, കോർപ്പറേറ്റ് ഡെബ്റ്റ് എന്നുള്ള ഫണ്ടുകളിലേക്കാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്. NPSൽ ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റുകൾ ലഭ്യമാണ്. അതുപോലെ അതിൽ നിന്നും നമുക്ക് പിൻവലിക്കാനായിട്ടുള്ള തുക എന്ന് പറയുന്നത് ഭാഗികമായിട്ട് പിൻവലിക്കാൻ അനുവദിക്കും. ആ ഒരു തുകയ്ക്കും ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് കിട്ടുന്ന ആ ഒരു പെൻഷൻ എമൗണ്ടിന് ടാക്സ് ബാധകമായിരിക്കും. റിട്ടയർമെൻറ്റ് ശേഷം ഒരു ഭാഗം മാത്രം ആണ് ഇതിൽ പെൻഷനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഒരു 40% മാത്രമാണ് നമ്മുടെ ഫണ്ടിൽ നിന്നും എടുത്ത് പെൻഷൻ വാങ്ങാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് അതനുസരിച്ചിട്ട് വളരെ കുറഞ്ഞ ഒരു തുകയാകാനുള്ള സാധ്യത ഇവിടെ കൂടുതലാണ്. അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിക്കുമ്പോൾ അതിന് പിൻവലിക്കാൻ വേണ്ടിയിട്ട് റിട്ടയർമെൻറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഒരു നിയന്ത്രണം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പണം നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 40% തുകയാണ് ഒരു പെൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ഓപ്ഷനുകളേക്കാൾ വളരെ കുറഞ്ഞ ഒരു റിട്ടേണാണ് നമുക്ക് ഈ ഒരു സ്കീമിൽ നിന്നും കിട്ടുക. പിന്നെ ഇത് ഈ ഒരു സ്കീമെന്ന് പറയുന്നത് അത് നമ്മുടെ മാർക്കറ്റുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന സ്കീമാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ഇതിൻ്റെ ഫണ്ടിനെ ബാധിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിട്ടേണിനെ ബാധിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. ഇതിന് ഈ ഒരു പല റിട്ടയർമെൻറ്റ് ഓപ്ഷനുകൾ അല്ലെങ്കിൽ പല ടയർ 1, ടയർ 2 എന്നൊക്കെ പറയുന്ന ഓപ്ഷനുകൾ ഉള്ളത് കൊണ്ട് തന്നെ പലർക്കും ഇത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ തോന്നാം. അതല്ല ഒരു വളരെ സങ്കീർണതയുള്ളതാണ് എന്ന് പല സാധാരണക്കാർക്കും തോന്നാറുണ്ട്. ഈ വിപണിയിൽ വരുന്ന വ്യത്യാസവും ഇത് നമ്മുടെ പോർട്ട്ഫോളിയോയെ ബാധിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു തുക അവിടെ നിന്ന് റിട്ടയർമെൻറ്റിനായിട്ട് കിട്ടണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഒരു NPS എടുക്കുന്ന അല്ലെങ്കിൽ NPSൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് നല്ല രീതിയിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഉള്ള റിട്ടയർമെൻറ്റ് ലൈഫ് ആക്കണമെങ്കിൽ മറ്റു പല ഓപ്ഷനുകളും നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഈ ഒരു NPSനോടൊപ്പം തന്നെ നമുക്ക് മറ്റ് റിട്ടയർമെൻറ്റ് പ്ലാനിങ് ടൂളുകൾ നമ്മളൊപ്പം ഉപയോഗിച്ചാൽ മാത്രമാണ്, അല്ലെങ്കിൽ അത് പ്രയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ട ഫണ്ട് ഇതിൽ നിന്ന് നമുക്ക് സ്വരൂപിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിനോടൊപ്പം എന്നോടൊപ്പം ഉണ്ടായതിന് നന്ദി. NPSനെ കുറിച്ച് അതിൻ്റെ നല്ല വശങ്ങളും ദോഷവശങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് നിങ്ങൾക്ക് വിലയേറിയ അറിവുകൾ ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ടുള്ളൊരു അഡ്വൈസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ ജയശ്രീ ഗോവിന്ദൻ നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷയും സന്തോഷകരമായ റിട്ടയർമെൻറ്റ് ആശംസിക്കുന്നു. ബൈ ബൈ, സി യു.